സ്വന്തം നാട്ടിൽ സ്വന്തമായൊരു വീടെന്ന പ്രവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കി കേരള പ്രോപ്പർട്ടി എക്സ്പോ ഷാർജയിൽ സമാപിച്ചു. എക്സ്പോ സെന്ററിൽ നടന്ന 8ാമത് പ്രോപ്പർട്ടി എക്സ്പോയിൽ ആയിരക്കണക്കിന് സന്ദർശകരെത്തി. ഫ്ളാറ്റുകളും വില്ലകളും വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ച ശേഷമാണ് പലരും എക്സ്പോ സെന്ററിൽ നിന്ന് മടങ്ങിയത്. കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ 2ാം നാൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രവാസികളാണ് സ്വപ്ന ഭവനം തേടി ഷാർജ എക്സ്പോ സെന്ററിലെത്തിയത്. മാതൃഭൂമി.com-ഉം ക്രഡായും ചേർന്നൊരുക്കിയ മേളയിൽ 50ഓളം ബിൽഡർമാർ ഏറ്റവും മികച്ച പ്രൊജക്ടുകൾ പങ്കുവച്ചു. 200ഓളം പ്രൊജക്ടുകളുടെ വിവരങ്ങളാണ് സന്ദർശകർ നേരിൽ കണ്ട് മനസ്സിലാക്കിയത്. നിരവധി പേർ മേളയിൽ വെച്ചു തന്നെ ഫ്ളാറ്റുകളും വില്ലകളും ബുക്ക് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രോപ്പർട്ടീസും ഒക്കെ നല്ല രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. പിന്നെ എഡ്യൂക്കേഷണലി നമുക്ക് അതിനുള്ള നോളജൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടായി. റിയലി ഗുഡ്. എന്താ പറയുക, ഒത്തിരി ബിൽഡേഴ്സിനെ കുറേ ഓപ്ഷൻസിനെ ഒന്നിച്ച് കാണാൻ സാധിച്ചു. പിന്നെ അതിന് ബെസ്റ്റ് ഓപ്ഷൻ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാനും പറ്റി. ഇപ്പോൾ എളുപ്പ വഴിയാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഫ്ലാറ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വില്ലകളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ആകുമ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തെ പ്രോജക്റ്റും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അവരുടെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഒറ്റ ഷോട്ടിൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പ്രോപ്പർട്ടി എക്സ്പോയുടെ 2ാം നാളിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ചിത്രരചനാ മത്സരത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. സ്വപ്ന ഭവനം തന്നെയായിരുന്നു ചിത്രരചനയുടെ പ്രമേയം. സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, മികച്ച ജീവിത നിലവാരം എന്നിവയെല്ലാം ചേർത്തിണക്കിയ പ്രോപ്പർട്ടികളാണ് ബിൽഡർമാർ ഇത്തവണ കൂടുതലായി അവതരിപ്പിച്ചത്. പ്രവാസികൾക്ക് ഭവന വായ്പയ്ക്കുള്ള സൗകര്യവും കേരള പ്രോപ്പർട്ടി എക്സ്പോയിൽ ഒരുക്കിയിരുന്നു. കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ 8ാമത് എഡിഷൻ ഇവിടെ സമാപിക്കുകയാണ്. പക്ഷേ ഇതൊരു സമാപനമല്ല, ഒരു തുടക്കമാണ്. നിരവധി പ്രവാസികൾ അവരുടേതായിട്ടുള്ള വീടുകൾ കണ്ടെത്തുന്നു. വരും നാളുകളിൽ ആ വീടുകളിലേക്ക് അവർ ചേക്കേറും. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.